രണ്ട് ഗ്യാങ്ങിന്റെ തൊട്ട് തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ് ഈ കോക്കാച്ചി കാണാനിരിക്കുന്നത്. അതും കേക്ക് നമ്മളോട് പറയാം സാമ്പൂരിന്റെ കാര്യം, കാശ് കൊടുത്തത് കസേരയും കൊണ്ട് മലങ്കുറവാ. ആ എവിടാണ് കേക്ക്? എവിടാണ് പറ. ഹലോ. ആ പറ. ഹലോ കേക്കാവോ? കേക്കാവോ? ആ കേക്കാവോ? എനിക്ക് കേക്കാം. എനിക്ക് കേക്കാം, നിങ്ങൾക്ക് കേക്കാവോ? ആ എനിക്ക് കേക്കാം, അതുകൊണ്ടല്ലേ കേക്കാന്ന് പറഞ്ഞേ നിങ്ങളടുത്ത്. പറയൂ. എന്തുണ്ട് വിശേഷം? ആ വിശേഷമൊക്കെ ഞാൻ വഴിയെ പറയാം. നിങ്ങൾ എപ്പോ ഒന്ന് കാണാൻ പറ്റും? എനിക്ക് ഞാൻ പോരാ. എവിടെയുള്ള 40 വരാം. ഏത് 40? ഞാൻ ഓഫീസിലേക്കാണോ? നമ്മൾ എവിടാന്ന് വെച്ച് വരാം. നിങ്ങളെ ഇതൊന്ന് കണ്ട് സംസാരിക്കണം. അതുകൊണ്ടാ. യാസ്മിൻ ഉണ്ടോ ഇന്ന് കൂടെ? ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ആ അതിപ്പോ ഒന്ന് കണ്ട് സംസാരിക്കണം. ഒരു മേജർ കാര്യം പറയാനുണ്ട്. ഒഫീഷ്യലാണോ? എന്റെ പൊന്ന് കേക്ക്, നിങ്ങൾക്ക് ഒഫീഷ്യലാണോ ഒഫീഷ്യൽ നിങ്ങൾക്ക് വല്ല വ്യത്യാസമുണ്ടോ? നമ്മൾ കാര്യം പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്നത് അതിനകത്ത് ഇപ്പൊ എന്ത് ഒഫീഷ്യൽ അൺഒഫീഷ്യൽ എന്നൊക്കെ? അങ്ങനെയല്ല, ഓഫീസിൽ വെച്ച് പറയാൻ. അല്ലല്ല, ഓഫീസിൽ വെച്ചെന്ന് പറയണം. നിങ്ങളുടെ മുഖത്തൊക്കെ പറഞ്ഞത് നമ്മൾ എവിടെ ഇരുന്നാലും കുഴപ്പമില്ല. തറയിരുന്ന് വേണമെങ്കിൽ നമ്മൾ പറയും. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങളോടുള്ള ഞങ്ങൾ മുതുക്കുണ്ട്. അല്ല നമ്മൾ അങ്ങോട്ട് വരാം. അതാണ് നമ്മുടെ ഒരു മര്യാദ. നമ്മൾ അങ്ങോട്ട് വരാം. എവിടാ? എന്നാ നമ്മുടെ ഓപ്ഷൻ ഏരിയ പോലെ. ഓപ്ഷൻ ഏരിയ തോട്ടുംകരയിലോ? തോട്ടുംകരയില്ല, കടലുംകരയില്ല. കടലുംകരി. നിങ്ങളുടെ ഓഫീസിന്റെ അപ്പുറത്തെ കര അതല്ലേ? അതന്നെ. ശരി, ഓക്കെ. അപ്പാ യാസ്മിനെ വിളിച്ചിട്ടുണ്ടല്ലോ, ഞാൻ തിരിച്ചൊന്നും വിളിക്കത്തില്ല കേട്ടോ. അപ്പോൾ വണ്ടി എടുക്കാം. അപ്പോൾ ആര്യ എന്ന് പറഞ്ഞ പെണ്ണിന് ഭയങ്കര അഹങ്കാരം കേട്ടോ. ആര്യ എന്ന് വെച്ചപ്പം എന്റെ പേരെന്ന് വെച്ചപ്പം ആര്യ. നിങ്ങൾക്ക് കുറച്ചു പരിചയപ്പെടുത്തായിരുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനൊന്നും അല്ല നമ്മുടെ ആ ഒരു ടീം വർക്ക്. എന്റെ പൊന്ന് കേക്ക്, നമ്മൾ ഉച്ചനേരത്ത് വന്നിരിക്കുന്ന കൊക്കിനെ കണക്ക് ഇരിക്കുക പറഞ്ഞിട്ട് കുറെ നേരമായി. അയ്യോ, നിങ്ങൾ എത്തിയോ? പിന്നെ വരുന്ന വഴിക്ക് യാസ്മിന് പെട്ടെന്ന് കണ്ണിന് പ്രശ്നം. യാസ്മിന് കണ്ണി കുരുവായ നിങ്ങൾക്ക് എന്തുവാ? നിങ്ങൾക്ക് ഇങ്ങോട്ട് നേരെ വന്നാൽ പോരെ. യാസ്മിനോട് ഒറ്റയ്ക്ക് വന്നുകൂടെ? ടൈമിനൊരു വില തരുന്നില്ല. ഞാൻ ഭയങ്കര ഇന്ന് കുറെ കാര്യങ്ങൾ സംസാരിക്കണം. നിങ്ങളെ കുറിച്ച് കുറെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. അതെനിക്ക് ഭയങ്കര ഹേർട്ടായി ഞാൻ. ആ പിന്നെ നിങ്ങളൊന്ന് വരുവോ? പക്ഷെ വെയിലടിച്ചിട്ട് ചന്തിക്കത്തൊരു മുട്ട പൊരിക്കാനുള്ള ചൂടായി. ഒന്ന് വരുവോ? മുട്ട പൊരിക്കണ്ട പോലെ. ഓട്ടോ വിളിക്കാനോ? മുട്ട പൊരിക്കണ്ട പോലെ. മുട്ട എന്റെ പൊന്ന് സഹോദര, എന്തേലും ഒരു തമാശ പറഞ്ഞാൽ അതങ്ങ് സീരിയസ് ആയിട്ട് എടുക്കില്ലേ നിങ്ങൾ? കുഴപ്പമില്ല. എന്നെ കണ്ട ചന്തിക്കടയിൽ മുട്ട പൊരിക്കാനായിട്ട് തോന്നുന്നു നിങ്ങൾക്ക്? അല്ല, പറഞ്ഞ കാരണം കൂടുതൽ യാസ്മിന്റെ കണ്ണിന്റെ കുരു മാറ്റിട്ട് വേഗം വന്നാണ്. എനിക്ക് കുറെ കാര്യങ്ങൾ, ഞാൻ ചൂടായിട്ട് നിൽക്കുമോ. ഞാൻ വേഗം അയാളുണ്ടല്ലോ, അയാളുടെ എന്റെ പൊന്ന അപ്പാ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞേ, ഞാൻ പറഞ്ഞ നിങ്ങൾ ഇത് എവിടാ? നമ്മൾ ഉച്ചയ്ക്ക് വന്ന ബാറ്റിംഗ് കയറി ഇരിക്കുന്ന കൊക്കിനെ കണ്ണ് ഇരിക്കാൻ പറഞ്ഞിട്ട് കുറെ നേരമായിരുന്നു. പുള്ളിക്കാരൻ പറയാം യാസ്മിന്റെ കണ്ണി കുരു പോയി കണ്ണിലെന്തോ മറ്റേ വാക്ക് പറ്റിയ കേട്ടോ, കണ്ണിലെന്തോ പറ്റിയെന്ന്. അപ്പോൾ ഉടനെ ഞാൻ അടുത്ത് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് ചന്തിയിലൊരു മുട്ട പൊരിക്കാനുള്ള സമയമായിരുന്നു. അപ്പോൾ അയാൾ പറയുക വെയിറ്റ് ചെയ്യണ്ട, നമ്മൾ വരാൻ, ചന്തി മുട്ട പൊരിക്കണ്ടെന്ന്. ഇപ്പോഴേ ഇയാൾക്കൊരു തമാശ പറഞ്ഞാൽ പോലും മനസ്സിലാകത്തില്ല. പോക്കണം കെട്ടരുത് മനസ്സിലാവാത്ത ഒരു കാട്ടുകിഴങ്ങൻ. അതും കേക്ക്. ഞാൻ യാസ്മിനെ വിളിച്ചപ്പോഴേ യാസ്മിൻ പറയുവാണ് അങ്ങേര് അവിടുന്ന് ഓഫീസിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി അങ്ങ് വന്നു. ഇയാളാരുടെ എങ്ങനെ കല്യാണം കഴിച്ചോടി ഇവർക്ക്? ഇത് നേരിട്ട് വന്നെന്ന്. അന്നൊരു ജംഗ്ഷനിൽ കിടന്നൊരു കൊക്കിനെ പോലെ മറ്റേ കണ്ണ് കാണാതെ തപ്പിത്തടവി അവിടെ ഒക്കെ നടക്കുന്നെന്ന് യാസ്മിനെ തേടി. ഇയാൾക്കുണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നപ്പ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തോ ഇയാൾക്കുണ്ടല്ലോ, ഇയാളൊരു പെൺകോന്തന. ഇയാള് കാമ കുടുക്ക. ഇയാള് കാമ കുടുക്ക. അന്ന് കുതിരയായിരുന്നു. അതും കേക്ക്. അത് വേണ്ട, കാമ കുടുക്ക മതി. അതും കേക്ക്. എല്ലാം കേക്ക്. ഇയാള് പരിണാമങ്ങളോ സത്യം കേട്ടോ കുട്ടൻ കൊയിലാണ്ടി, കാട്ടുകോഴി, കാമക്കുടുക്ക, കാമക്കുതിര, എന്തൊക്കെ പേരാണ് ഇയാൾക്ക്. സത്യം പറഞ്ഞാണല്ലോ ഇയാൾ ഈ യാസ്മിൻ ഇന്ന് വരുമ്പോ ഞാൻ ഇയാൾ ചോദിക്കുമല്ലോ, ഇയാൾക്ക് എന്നാ ഈ പെണ്ണുമ്പിളെ ഞാൻ കെട്ടിക്കൂടെയെന്ന്. പുള്ളിയുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അയാള് യാസ്മിനോട് നിന്നിട്ട്
അപ്പാപ്പൻ താഴെ മണ്ണിലോട്ടൊന്ന് നോക്കണം. അയാൾ മറ്റേ ഷൂസ് ഇട്ടൊക്കെ അവിടെ മറ്റേ ഒരു കുഴി ഉണ്ടാക്കും അയാള് നാണം വന്നിട്ട്. മറ്റേ കേരളത്തിന്റെ മറ്റേ ഇത് പടം വരിക അയാളുണ്ടല്ലോ ഇത് എന്നെങ്ങാനും വരുമോ? നമ്മൾ ഈ ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞോണ്ടല്ലോ അപ്പാപ്പ. ഓൾഡ് പീഡിയഡ് എടുത്തെന്നാ പറഞ്ഞു. ഒരു മിനിറ്റ് അപ്പാപ്പ ഞാനൊരു കാര്യം പറയുകയാണെങ്കിലുണ്ടല്ലോ ഇയാളെ പിടിച്ചിട്ടുണ്ട്. ഇയാളെ പിടിച്ച് സത്യം പറഞ്ഞാൽ കമ്പി കീഴിലാണ് നടത്തുന്നത്. ഇയാൾ എന്തു അയാളെ കാണിക്കുന്നത്? നമുക്ക് ഇത്രയും നാൾ എത്ര നേരമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. 2 ഗ്യാങ്ങിന്റെ തൊട്ട് തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ് ഈ കോക്കാച്ചി കാണാനിരിക്കുന്നത്. അതും കേക്ക് അല്ല ഇത് വണ്ടി വരുന്നുണ്ട്. ഇനി വിളിക്കണ്ട. അപ്പൊ കുറച്ച് റൂഡായിട്ട് തന്നെ നിന്നോ കേട്ടോ. ജോക്കി റൂഡാക്കി. ഞാൻ കുറച്ച് അന്നേരം മയപ്പെടുത്ത ജോക്കി അങ്ങനെ വേണ്ട എന്നൊക്കെ ഉള്ള രീതിയിൽ. കണ്ണുപൊട്ട പോന്നു പിടിച്ചു കയറ്റി അയാളെ വണ്ടി പിടിക്കുന്ന തോളത്തൊക്കെ എടുത്തോണ്ട് വരുന്നു. ഇയാൾക്കുണ്ടല്ലോ ഇയാൾക്ക് ചില്ലറ കുത്തിക്കഴപ്പൊന്നും അല്ല. അതും കേക്ക് കുത്തിക്കഴപ്പ് അതും കേക്ക് എല്ലാം കേക്ക് ഇയാള്. സത്യം. പിന്നെ പണ്ട് രാമനെ തോളിലോട്ടുള്ള ഹനുമാനെ കണക്കാണ് വരുന്നത്. ഇയാളെന്ത് വെയിറ്ററാണ്. കേക്ക് ലോങ് ടൈം നോസി കേക്ക്. ഇതെന്താണ് കേക്ക്? ഇത് അരിച്ചാക്കാണോ? കുടിയായിട്ട് വെള്ളത്തിൽ ഇട്ട നീന്തി പോയത് മറ്റേ നത്തോലി മീനൊന്നും അല്ലല്ലോ. ഇവിടെ ഒതുക്കി വെക്കണം മിസ്റ്റർ. അതെ മറ്റേ എക്സ്റ്റൻഡഡ് ടെക്സ്ചർ ബഡ്ജറ്റ് ഒന്ന് കൂട്ട് യാസ്മിൻ. അന്ന് കുറച്ച് കൂട്ട്. എന്നിട്ട് അത് ലോഡായിട്ട് പിന്നെ കുറച്ചാൽ മതി. വെള്ളത്തിൽ പോവാണെങ്കിൽ അയ്യോന്ന് പോവണേ. അയ്യോന്ന് പോയി വെള്ളത്തിൽ പോയി അയ്യോ കേട്ടില്ലേ? ഇനി പയ്യ നീന്തിയൊക്കെ വരട്ടെ. നീ അയ്യോന്ന് കേട്ടില്ലേ? കേട്ടോ വരുന്നു കേട്ടോ. വരുന്നു അതാണത്. അത് ഇത് എന്ത് പാടേ ഇല്ല. മറ്റേ ഒന്നുമില്ല. അവൻ പോയോ പാപ്പ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കേക്ക് ആ പെണ്ണും പിള്ളേ അടുത്ത് നേരെ വരാൻ പറ. ആണ്ട് ഓടി പോകുന്നത്. അങ്ങോട്ട് നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് നോക്കി. നമ്മളാ സംസാരിക്കുന്നത് ഇവിടെ. പുള്ളി മറ്റേ ഫോണിന്റെ സൂം ഒക്കെ ഇട്ട് ഓണാക്കിയിട്ട് സൂം ചെയ്ത് കാണുവാ. അത് കേട്ടോ. നമ്മള് വിളിച്ചിട്ട് കേക്കത്തില്ല. ഇയാള് കേക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. കേക്ക് അങ്ങോട്ടല്ലേ ഇങ്ങോട്ടോ കണ്ടോ ഓടി പോയി. അത് ഒളിമ്പിക്സിന് ഓടുന്ന കണക്കാണ് ആ കുട്ടി ഓടുന്നത്. നമ്മൾ ഇരിക്കാനൊന്നും വന്നേന്നല്ലോ. നമ്മൾ ആരെയും ഇങ്ങോട്ടൊന്ന് കേക്ക് കേക്ക് നിങ്ങളുടെ ഓഫീസാണ് ആ മലമൂട്ടിലല്ലേ? ഇതുകൊണ്ട് ആ മേളിൽ കാണുന്നത്. നിങ്ങൾക്ക് അവിടെ ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓടി വന്നാലും നിങ്ങൾ എത്താവുന്ന. നമ്മൾ ആ അങ്ങ് സിറ്റിന്ന് നമ്മൾ എത്തിയല്ലോ ഇവിടെ 1/2 മണിക്കൂർ മുമ്പേ. ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ഞാൻ ഒന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ. ആക്ച്വലി ഐ മീൻ എ മീറ്റിംഗ്. നമ്മുടെ കേക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. സാബുരു ഇനി എന്ത് ചെയ്യാ? ഫണ്ട് തിരിച്ചു കൊടുത്താണല്ലേ? വെറുതെ അത് ഇന്നലത്തെ റേഡിയോ നിന്ന് കൈ എടുക്കും. നമ്മളെന്നാ പിന്നെ റേഡിയോ സംസാരിക്കാം. നമ്മള് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് കയറി ഒന്നുകൂടെ പറഞ്ഞോട്ടെ. യാസ്മിൻ ഇറങ്ങി ഓടി പിന്നെ കരയെ കയറാൻ പറയണേ. ഓടി കടലിൽ പോയി. ഇനി കേക്ക് ഒരു കാര്യം പറയട്ടെ. കേക്ക് ഇനി പുള്ളിക്കാരച്ച് വന്നാലേ കേക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. അതോ ബുദ്ധിമുട്ടുമല്ലോ നമ്മൾ പറഞ്ഞു തുടങ്ങട്ടെ. ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങളെ കേക്ക് ഞാൻ ഒരു കാര്യം പറയാം. കേക്ക് ഒരു ദുഷ്ടനും ചതിയനുമാണ്. ഞാൻ അതെ കാർലോനോട് പറഞ്ഞ കൊള്ളായിരുന്നു. കാർലോനോട് പറയാനൊന്നും എനിക്ക് വയ്യ. നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ കാരണം അത് കേക്ക് ഒരു മിനിറ്റ് അപ്പൊ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. അപ്പൊ ഇങ്ങോട്ട് വന്നേ. ഒരു മിനിറ്റ് ആ കേക്ക് ഒരു മിനിറ്റ് അപ്പൊ ഇങ്ങോട്ട് വന്നേ. ഇയാള് തമാശ പറയാൻ ഇയാളെ കൊമേഡിയനും ഇയാൾ എന്തു ഈ പറയുന്ന ഈ കേക്ക്? ഞാനൊന്ന് ആറ്റിറ്റ്യൂഡ് വിളിച്ചു തരുമ്പോ ഇയാൾ എന്തേലും അയാൾ പോയത് ടെൻഷനാട്ടോ. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് തുടങ്ങി. ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഭാര്യ പ്രസവിക്കാൻ അല്ല അപ്പൊ നിങ്ങൾ ആദ്യം തുടങ്ങി വെക്കും. ബാക്കി ഞാൻ പിടിച്ചോളാവേ.
ഞാൻ പറയാം. ശരി ശരി. ഞാൻ ആക്ച്വലി നിങ്ങൾ റേഡിയോയില് റേഡിയോ നമ്പർ ഒന്ന് പറ. കേക്ക് ഒരു മിനിറ്റ്. കേക്ക് റേഡിയോ നമ്പർ പറ. കയറാൻ പറ്റില്ല. എന്നാ പിന്നെ വേറൊരു റേഡിയോ നമ്പർ പറ. നമ്മളോട് അതിൽ അങ്ങിരുന്ന വേറൊരു റേഡിയോ നമ്പർ പറ. കേക്ക് റേഡിയോ സംസാരിച്ചാൽ മതി. കേക്ക് ഇനി വേറൊരു നമ്പർ പറ. റേഡിയോ വേണ്ട, റേഡിയോ വേണ്ട. ഇനി റേഡിയോ എടുക്കരുത് കേട്ടോ. കണ്ണാടി ഒന്ന് വരുമോ? അതാണ് എനിക്ക് അറിയേണ്ടത്. തനിക്ക് കണ്ണിച്ചോരയോ? കണ്ണിച്ചോരയാണോ? നമ്മൾ എത്ര നേരമായിട്ട് കണ്ണി നിറയെ ചോരയാ. അത് നമ്മൾ അറിഞ്ഞു. നമ്മൾ അറിഞ്ഞതൊക്കെ. ആ പാവം പിടിച്ച സാബ് ഗുരു കണ്ണീരോടെയാണ് നിങ്ങളെ വന്ന് കണ്ടത്. കണ്ണീരോടെ. അറിയാവോ? ആ ഒരു മനുഷ്യനെ വിഷമിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? കേക്ക് നിങ്ങൾ അയാളുടെ കാശും പിടിച്ചു വെച്ച് ഒരു മാസത്തോളം ആ പമ്പിന്റെ പുറകെ ആ മനുഷ്യൻ അലഞ്ഞിട്ട് നിങ്ങൾക്ക് ലേശം ഇതുണ്ടോ? ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ ഈ മൗനം സംഭവം? ഞാൻ ഇനിയും ഇത് പൂരിപ്പിക്കണോ? അതായത് ഈ പറയുന്ന വ്യക്തിനെ നമ്മൾ കഴിഞ്ഞ വർഷം ഒക്ടോബർ തൊട്ട് വിളിക്കുന്നേ. നിങ്ങൾക്കൊരു ക്ലബ് ഉണ്ട്, ക്ലബ് രജിസ്റ്റർ ചെയ്യണ്ടേ? പമ്പിനല്ല, ഒരു ബിസിനസ് കൊടുക്കണമെങ്കിൽ നമുക്കൊരു PCC ഉണ്ടല്ലോ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അതൊന്ന് മേടിച്ചു വെക്കാൻ ഞാൻ പറയുന്ന പുള്ളിയോട്. ഓക്കെ, കഴിഞ്ഞ വർഷം ഒക്ടോബർ, നവംബർ, ഡിസംബർ തൊട്ട് നമ്മൾ വിളിക്കുന്നതാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ. അയാൾ വല്ല കാറ്റ് കൊള്ളാനോ മഞ്ഞ് കൊള്ളാനോ ഒക്കെ ഏതെങ്കിലും രാജ്യത്ത് പോയി കാണും. ഓക്കെ, എന്നാ അത് പോട്ടെ. ഒക്ടോബർ, നവംബർ, ഡിസംബർ പോയി. ഇവിടെ ഓപ്ഷൻ വെച്ചേ. ഓപ്ഷൻ മിസ്റ്റർ മാമനും ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ഓപ്ഷൻ വ്യക്തമായിട്ട് എല്ലായിടത്തും പറയാൻ, എല്ലായിടത്തും ഓപ്ഷൻ കിട്ടി എല്ലായിടത്തും പറയുകയും ചെയ്തിരുന്നു. നിങ്ങൾ PCC എടുക്കണം, മിസ്റ്റർസിനെ ഒന്ന് കണ്ട് ഫണ്ട് അടച്ചാൽ നിങ്ങൾക്ക് ബാക്കി ലൈസൻസ് കാര്യം പ്രൊവൈഡ് ചെയ്തിട്ട്. കാര്യം ചോദിക്കട്ടെ മിസ്റ്റർ KK, അന്ന് നിങ്ങൾക്ക് ആർക്കും ബാക്കില്ലായിരുന്നു ഇതൊന്ന് ചോദിക്കാനൊന്നും? കാര്യം ഞാൻ ഈ ഇല്ലാത്ത ഫ്ലൈറ്റും ചാർട്ടർ ചെയ്ത് മറ്റേ ഇവിടെ വന്ന് അമ്മമ്മ ചിരിക്കുന്നു. ഞാൻ ചേരും നിന്റെ അമ്മമ്മയെ കാണുന്നത് തരാതെ അയാൾക്ക് മറ്റേ ലൈസൻസും ഇല്ല ഒന്നുമില്ല എന്ന് ഇപ്പോഴാണ് വന്നിട്ട് പറയുന്നത്. അല്ല, പുള്ളിക്ക് ലൈസൻസ് കിട്ടാനുള്ള സമയം ഉണ്ടായിരുന്നല്ലോ. ബിസിനസ് വരുന്നേക്കാളും ലൈസൻസ് മേടിക്കായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ. പുള്ളി വിശ്വസിച്ച് ഓപ്ഷൻ വിളിക്കാൻ പറഞ്ഞു വിട്ടത് TVയിലെ മന്ദാരത്തായിരുന്നു. മന്ദാരം ഇതൊന്നും പുള്ളിയോട് കൺവേ ചെയ്തില്ല. അതെന്ത് പരിപാടിയാണ് കാണിച്ചേ? മന്ദാരം മീറ്റിംഗ് പറയണ്ടല്ലേ? ഇത് മന്ദാരം കൺവേ ചെയ്തോ ഇല്ലോ നമുക്കറിയില്ലോ. അല്ല, നമുക്ക് കബഡി കാലത്ത് നോക്കാൻ പറ്റുമോ മന്ദാരം പറഞ്ഞു കൊടുക്കണ്ടോ ഇല്ലോ എന്നുള്ളത്? അത് ഒരു മിനിറ്റ് കേക്ക്. അപ്പം ഇങ്ങോട്ടൊന്നും ഇയാൾ ഈ കബഡി നിരത്ത് നോക്കി മറ്റേ നിരത്ത് നോക്കിയൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അവൻ അങ്ങോട്ട് സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞാണ്. അപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങോട്ട് പറഞ്ഞാണ് പുള്ളി കയറുന്നത്. 4000 കൂടി ഇങ്ങോട്ട് കൊടുത്തിട്ട് 4000 കൂടി ഇങ്ങോട്ട് തരാൻ പറ. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. സാമ്പൂര് നമ്മുടെ അടുത്തൊരു പുള്ളിക്കാരനാണ്. സാമ്പൂര് പല ബിസിനസ്സുകളും നമ്മൾ ചെയ്യാനിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു ഇയാളെ തിരക്കുന്നുണ്ട്. ഇയാളെ അടിച്ച് കൊന്നാലോ? അല്ല, എന്നാലും കിട്ടത്തില്ല. ആ ടോർച്ചറോ ഓപ്ഷനറോ അങ്ങനത്തെ പുള്ളിയുണ്ട്. അയാളാണ് ഇതിന് കിടന്ന് ഇടങ്കോലുണ്ടാക്കുന്നത്. ഇതിപ്പോ എന്ത് പറഞ്ഞാൽ പൈസ വാങ്ങിക്കാൻ പറ്റും? നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇയാൾക്ക് ഇപ്പൊ റേഡിയോ സംസാരിക്കണ്ട കേട്ടോ. ഇപ്പൊ ഇയാള് വിഷമാവും കേട്ടോ. കഴിഞ്ഞ വർഷത്തെ പോലെ പറയാം ചിലപ്പോ. എന്നെ കൂട്ടാ നിങ്ങൾ മാറി സംസാരിച്ചിട്ട് നമ്മളങ്ങോട്ട് ഇയാൾ എന്റെ അടുത്ത് ഇയാള് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാൻ കൊല്ലട്ടെ ഇയാളെ. ആവശ്യമുണ്ട്. നനഞ്ഞ് നിൽക്കുന്ന നോക്ക്, കൊക്ക കണക്ക് നിൽക്കുന്ന കണക്ക് പാടത്തെ. നിങ്ങള് ഇപ്പം ഞങ്ങളെ കൂടെ വിഷമിപ്പിക്കുകയാണ്. അതെ അതെ, സത്യമായിട്ടും നിങ്ങളോടൊരു ആ പുള്ളി അത്ര ഒരു മാസത്തോടെ അലഞ്ഞു തിരിഞ്ഞാൽ അതിലൊരു നഷ്ടപരിഹാരം എന്തെങ്കിലും ശരിക്കും പറഞ്ഞ കേക്ക് ഒന്ന് ആലോചിച്ചു. ഈ മിസൈലിന്റെ ഇടയ്ക്കൂടെ അയാൾ എന്തോരം തവണ ഇവിടെ വന്നെന്നറിയോ? നിങ്ങളെ അന്ന് കോണ്ടാക്ട് ചെയ്യുന്നത് നമ്മള് 4 ദിവസം മുന്നേ പുള്ളി അങ്ങോട്ട് വിളിച്ചു, നിങ്ങൾ വന്ന് ബിസിനസ് മേടിച്ചോണ്ട് പോയി. അപ്പൊ എനിക്ക് സൗകര്യമില്ല. പിന്നെ അല്ല, പക്ഷെ നിങ്ങൾ എന്തിനോ അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തെന്നോ പുള്ളിയുടെ ഇതിലൊക്കെ നിങ്ങൾ എന്തോ മുടക്കം വരുത്തി ആ ഒരു പ്രഷർ പറഞ്ഞാന്നാ പറയുന്നത്. ആ ഒരു ഇത് പുള്ളിക്ക് ഭയങ്കരമായിട്ട് മനസ്സ് വിഷമിച്ച് പറഞ്ഞതാണ് പുള്ളി പറയുന്നത്. പുള്ളി ഓൺ മൈ ഫേസ് പുള്ളി വന്ന് ഷൗട്ട് ചെയ്തിട്ട് പോയതാ. ഞാൻ എന്നിട്ട് ക്ഷമിച്ചിട്ടാ പുള്ളി ബിസിനസ് എടുക്കാന്ന് പറഞ്ഞു. ഓക്കെ,
എൻ്റെ അടുത്ത് വന്ന് ഷൗട്ട് ചെയ്ത് പോയിട്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എന്താ ചേട്ടാ കൊടുത്ത് വിട്ടേക്കെന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു മാന്യത. എന്നിട്ട് ഞാൻ അതിന് വേണ്ടി മാത്രം ഒരു സ്റ്റാഫിനെ ഡിപ്ലോയ് ചെയ്തു. ഇനിയിപ്പോൾ അയാൾക്ക് ഗവൺമെന്റ് ഓഫീസിൽ പോകാൻ ഇനിയിപ്പോൾ ഞാൻ വലിയ പണക്കാരനാണ്, ഞാൻ ഗവൺമെന്റ് ടോർച്ചറെ വെച്ചിട്ട് അയാൾ ടോർച്ചർ ചെയ്യുന്ന പറയുന്നത് അതെ 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 ശരിയാണോ? ടോർച്ചർ പോകുമ്പോൾ ഞാൻ കേട്ടില്ല പുള്ളിനെ. അല്ല ടോർച്ചർ ഏതോ ഒരു ടോർച്ചറിനെ വന്നിട്ട് പുള്ളിയുടെ മറ്റേ വീട് വരെ ഇപ്പൊ ആധാരം ഇല്ലാതെ കിടക്കുന്ന എന്റെ പൊന്ന് കേക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, പുള്ളിക്കാരൻ മറ്റേ റോഡിന്റെ വളവിൽ ഒരു 10 സെന്റ് സ്ഥലം മേടിച്ചിട്ട് റോഡൊക്കെ വെച്ചിട്ട് ചെറിയൊരു വീടൊക്കെ വെച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കളഞ്ഞോ നിങ്ങൾ? എനിക്കറിയില്ല. ഞാനൊരു കാര്യം പറയാം, ഇവിടെ ഒരാൾ ബിസിനസ് അല്ലെങ്കിൽ കാര്യം കൊണ്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെന്റ് സൈഡിൽ നമ്മുടെ ട്രസ്റ്റിംഗ് മിസ്റ്റേക്സ് ഗവൺമെന്റ് എല്ലാം ചെയ്തു കൊടുക്കും അവർക്ക്. ഓക്കെ, ഇപ്പോൾ പോലും സിറ്റിയിൽ ഓടുന്ന മിക്ക ബിസിനസ്സുകൾക്കും ലൈസൻസിങ് ഫണ്ട് അടച്ചു. ഇത് വേണ്ടാണോ കേക്ക് ഫീൽ ആയിരുന്നു? എന്ത് ഫീൽ? നമുക്കൊക്കെ ഔട്ട് സൈഡ് അറിയാവുന്ന ആൾക്കാരാണ്. അല്ല, അത് മിസ്റ്റേക്സ് അടയ്ക്കും. അപ്പോൾ മിസ്റ്റേക്സ് ബിസിനസ് കിട്ടാൻ വേണ്ടി പിള്ളേർ എന്ത് ചെയ്തു, ആദ്യം കൊണ്ടുപോയിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ട റിസീപ്റ്റ് മേടിച്ചാൽ അത് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പകുതി ബിസിനസ് കമ്പനി പോലും ഇവിടെ കണ്ടൊന്നും സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ല. പക്ഷേ അവരുടെ ബിസിനസ് ഓടുന്നില്ല. എന്തുകൊണ്ടാണ്? അതാണ് മിസ്റ്റേക്സും ഗവൺമെന്റ് തമ്മിലുള്ള ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു വിശ്വാസം. കേക്ക് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, പുള്ളിക്കാരൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കേക്കയുടെ 3000 എത്ര കൂടിയോ? 4000 കൂടിയോ? 4000 കോടി. എൻ്റെ ആ, എന്തായാലും കൂടി ഒരു നഷ്ടപരിഹാരമായിട്ടൊരു കോമ്പൻസേഷൻ പുള്ളിക്ക് വേണം. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ജോക്കി വണ്ടി മേടിച്ചു. ഓക്കെ, വണ്ടി മേടിച്ചിട്ട് വണ്ടി കേടായി. കേക്ക് പാവമെന്ന് എനിക്ക് അറിയാടാ. വർക്ക്ഷോപ്പിൽ കൊടുത്തു. എനിക്ക് അറിയാൻ നേരിട്ട് പുള്ളിയെ. വണ്ടിക്കാരൻ ജോക്കി വിളിച്ചുകൊണ്ടിരിക്കുക, വണ്ടി റെഡിയായി വന്ന് മേടിക്കും പറഞ്ഞിട്ട് ജോക്കി പോയി മേടിക്കാണ്ടിരുന്നിട്ട് ലാസ്റ്റ് 1 മാസം വേണ്ടി ജോക്കി പറയാം, വണ്ടി ഇത്ര നാൾ ഇവിടെ ഇരുന്നല്ലേ, അപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത ഞാൻ യൂബർ വിളിച്ചാൽ പോയപ്പോൾ ഊബറിന്റെ കാശ് എനിക്ക് വേണമെന്ന് പറയാൻ സെൻസ് ഉണ്ടോ? വേറൊരു കാര്യം പറയട്ടെ കേക്ക്, ഒരാൾ ഒരു വണ്ടി പക്ഷെ വണ്ടി ബുക്ക് ചെയ്തു, കാശ് കൊടുത്തു, വണ്ടി ഡെലിവർ ആയില്ല, ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക എന്റെ വണ്ടി എവിടെ? അതിൽ തെറ്റുണ്ട്. ഈ പുള്ളി വളച്ചൊടിക്കുന്ന പുള്ളി ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. എന്റെ നമ്പർ 1000 2000 എന്താണ് അത് നാട്ടിൽ മൊത്തം അറിയാലോ, നിങ്ങൾക്ക് അറിയില്ല നിൽക്കുന്നത്. ജോക്കി നമ്മളിവിടെ നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന ആളായിട്ടല്ല. അപ്പം മിസ്റ്റർ കേക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ കേക്ക്, പുള്ളി ഒരു നിരുപദ്രവകാരിയാണ്. ആക്ച്വലി പുള്ളി ഒരു പാവമാണ് കേക്ക്. നമ്മൾ പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് ഫീൽ ബാഡായി. ആക്ച്വലി പുള്ളിക്കാരൻ ഈ പൈസയുണ്ട്, ഇഷ്ടംപോലെ പൈസയുണ്ട്, ഇഷ്ടംപോലെ ബിസിനസ് ഉണ്ടെന്നേ ഉള്ളൂ. പുള്ളിക്കാരൻ ഒരു നിഷ്കളങ്കനാണ് ആക്ച്വലി. കേക്ക് ഇത്രയും അതിന് കേക്ക് ഒന്നും ചെയ്യണ്ട. കേക്ക് ഇങ്ങനെ ഫീൽ ആവില്ലേ? കേക്ക് ഇത് ദേഷ്യം വരുന്നുണ്ടോ? ഇല്ല, ഞാൻ കാര്യം വ്യക്തമായിട്ടുള്ള ചോക്കി, എൻ്റെ ഓഫീസിൽ വന്നിരുന്ന് എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്ത വ്യക്തിയാണ് പുള്ളി. ഓക്കെ, ഞാൻ പുള്ളിയെ കേച്ചോട്ട് അടിച്ചിട്ടില്ല. അപ്പോഴും മാന്യമായിട്ട് പറഞ്ഞു, ഓക്കെ വേണോ ബിസിനസ് വേണം എന്നൊക്കെ പറ, ഞാൻ എൻ്റെ ആളെ അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞ് മാന്യമായിട്ട് എൻ്റെ ഓഫീസ് നോക്കി വിട്ട്. ഓക്കെ, ഇന്നലെ പുള്ളി ഇവിടെ അറിയാം, ഇവിടെ എല്ലോ പേജ് ഇട്ടാലും മിസ്റ്റേക്സ് അങ്ങോട്ട് വിളിച്ച് അപ്പോയിൻമെന്റ് എടുത്താൽ മാത്രമാണ് നമ്മൾ പുള്ളിക്കാരനുമായിട്ട് ഒന്ന് കൊണ്ടുവന്നാലോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഇന്നലെ തന്നെ ഇയാൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ, എന്തെങ്കിലും കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇയാൾ എന്തിനാണ് ഈ ഉപമ ഇങ്ങനെയൊക്കെ പറയുന്നേ? കാറ് വാങ്ങിക്കാൻ പോയി, കാറിന്റെ പണി കഴിഞ്ഞ് എനിക്കിപ്പം ഈ പുള്ളിയുടെ ഇത് കേൾക്കുമ്പോ എനിക്ക് ഇപ്പൊ ഈ സൈഡിൽ നിന്ന് വിഷമം വരും. എനിക്ക് വിഷമം വന്നു കേട്ടോ. പുള്ളിക്കാരന്റെ മുഖത്ത് കയറി ഷൗട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാബുരുവിന് വേറെ പണിയൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വണ്ടി ഇരിക്കുന്ന കാണുമ്പോ പുള്ളിയൊന്നും പറയാനും തോന്നുന്നില്ല. അതെ, അല്ല നമ്മളെ കൂട്ടുകാരെന്നുള്ള രീതി നമ്മൾ പറയുന്ന ആ സാബുരു എന്തിനാണ് നമ്മള് കേൾക്കണേ പലതും പറയും. നമ്മുടെ മച്ചമ്പി കൊച്ചാണ്ടി പോയല്ലോ ആലോചിക്കുമ്പോ എനിക്ക് വിഷമം, എനിക്കൊക്കെ വിഷമം വരുന്നു കേട്ടോ. പുള്ളിക്കാരൻ പോവുകയും ചെയ്ത് ഒരു കൂട്ടുകാരെന്നുള്ള രീതി നമ്മളെ ഉള്ളായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പുള്ളിക്ക് വിഷമം. ഇതിപ്പോ ഈ വണ്ടി കാണുന്നുണ്ട് കേട്ടോ, വണ്ടി കാണുമ്പോ സാബുരുവിനെ ഓർമ്മ വരുന്നത്. ഇതിപ്പോ എന്തൊരു ചെയ്യാൻ പറ്റും പറയാ പുള്ളിക്കാരൻ്റെ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ നമുക്ക് വിഷമം വരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നടക്കുമോ? കാര്യം നടക്കുമോ? ഈ 4000 കോടി നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിക്കൂടി? ഞാൻ എന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സൈക്കോളജി വെച്ചിട്ട് ഞാനിത് ആലോചിച്ചിട്ട് ഞാൻ റിസൾട്ട് പറയട്ടെ. ആ 4000 നമുക്ക് കിട്ടാൻ പോകുന്നു ഇല്ല. അപ്പൊ എനിക്കതറിയാം, ഇന്നലെ മനസ്സിലായി. അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. സാബുരു ആ പമ്പ് തിരിച്ചു കിട്ടാനും ആ പമ്പ് തിരിച്ചു കിട്ടാനും മിസ്റ്റർ എക്സിന് ഒരു അടി കൊടുക്കാനും ആണ് അത് നമ്മളോട് പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ പുള്ളിയുടെ ഇതൊക്കെ പറഞ്ഞു പോകാൻ കേട്ടിട്ട് എനിക്ക് വിഷമം വരുന്നത്. കൊച്ചാണ്ടി പോവുകയും ചെയ്തല്ലോ, ഇത് എന്ത് ചെയ്ത്
ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു മറ്റേ കായലിന്റെ സൈഡ് വരെ കുക്കിരിക്കുന്ന പോലെ നമ്മളെ കാത്തിരിക്കുന്നൊക്കെയാ. മറ്റേ ഓർമ്മയുണ്ടോ നമ്മൾ അന്ന് പോയപ്പോ? എനിക്കിതൊക്കെ കാണാൻ വിഷമം വരും. ഈ യാസ്മിൻ എവിടെ പോയി? നമ്മളൊന്നും പറയണ്ടായിരുന്നല്ലേ, ഇതിപ്പോ സൗണ്ട് ഇടുന്നത് വിഷമായെന്ന് തോന്നുന്നു പുള്ളിക്ക്. പുള്ളി ഇനി കരഞ്ഞോണ്ട് ഇറങ്ങി പോയതാണോ? ആയിരിക്കും ജോഗി, അത് വരുമായിരിക്കും. നമുക്ക് നോക്കാണ്ടേ. ഇവിടെ തന്നെ നിന്നാലോ? ഒരു പൂച്ചണ്ടൊക്കെ പിടിച്ചോണ്ട് നിന്നാലോ? അപ്പാ കൊന്നിട്ട് റീത്ത് വെക്കാൻ നിൽക്കാന്നൊക്കെ വിചാരിക്കും. അങ്ങനെ വിചാരിക്കും അല്ലേ? കുഞ്ഞു മനസ്സാന്ന് തോന്നുന്നു. പക്ഷെ സാബ് ഗുരുവിന്റെ സൈഡും കേൾക്കുമ്പോ കാബ് ഗുരുവിന്റെ സൈഡും കുഞ്ഞു മനസ്സാണ്. പുള്ളിക്കാരൻ പിഞ്ചു മനസ്സ്. എന്ത് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് കേട്ടുണ്ടോ? പക്ഷെ എനിക്ക് മനസ്സിലാകാതെ പറഞ്ഞാൽ ഇത്രയും ഇതായിട്ടിരുന്ന പുള്ളിക്കാരൻ, ഇത്രയും സൗണ്ടോടുകൂടി സംസാരിക്കുന്ന, മാന്യമായിട്ട് സംസാരിക്കുന്ന പുള്ളിക്കാരൻ ഇയാളുടെ ടേബിളിന്റെ മോളിൽ കയറി പൊക്കി കാണിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും? അത് ഒന്ന് ആലോചിച്ചു. ഈ സിറ്റിയിൽ എല്ലാ ദിവസവും കൊടുക്കുന്ന മിസ്റ്റർ എക്സിന്റെ ഓഫീസിലൊക്കെ കയറി ഓഫീസിൽ കയറിയിരുന്ന അയാൾ സൗണ്ട് ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? സൗകര്യമില്ല. അല്ല ചുമ്മാ അതൊന്നും ആരും ബ്ലാക്ക് ലിസ്റ്റ് എടേ ചുമ്മാ വല്ല റീസണും പറയാ. ഈ കള്ളക്കൂഷ്മാണ്ടി അതും കേക്ക് വിശ്വസിക്കാൻ പറ്റുമോ? സത്യം. ഇപ്പൊ വലിയ വിഷമം തോന്നുന്നില്ല. കാറൊക്കെ നോക്കട്ടെ. വിഷമം കേട്ട് കഴിഞ്ഞാൽ ഈ കൊച്ചാണ്ടിയെ പിണക്കേണ്ടി വരും. കൊച്ചാണ്ടിയുടെ വിഷമം കേട്ട് കഴിഞ്ഞാൽ സാബ് ഗുരുവിനെ പിണക്കേണ്ടി വരും. ഈ രണ്ടെണ്ണത്തിനെയും പിണക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് നമ്മുടെ വിഷമം. അതെ, ഈ രണ്ടെണ്ണത്തിനും കൂടെ ഒന്നിച്ച് ചേർത്തി കഴിഞ്ഞാൽ മറ്റേ കീരിയും പമ്പും ആയിരിക്കും മിക്കാറ്. എന്തൊരു ചെയ്യോ ഇത്? എന്തായാലും ആ 4000 കിട്ടത്തില്ല. കാര്യം ഇതിപ്പോ 4000 പ്രതീക്ഷയൊക്കെ പോയപ്പോ അത് പോയി. ഞാകെ ഉള്ളത് കറക്കി തിരിച്ച പമ്പം എടുത്താലോ എന്ന് ആലോചിക്കുക. നമുക്ക് അതങ്ങ് എടുക്കാലോ. നമുക്കതങ്ങ് എന്നാ പിന്നെ സാബ് ഗുരുവിന്റെ ആ പൈസ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇത് കേക്കയോട് പറഞ്ഞിട്ട് നമുക്ക് ആ പമ്പങ്ങ് മേടിച്ചിട്ടേ നമുക്ക് അതിന്റെ മണ്ടയിൽ ഒരു വലിയൊരു ബോർഡങ്ങ് അടിച്ച് നമ്മുടെ ആക്കി വെച്ചാലും നമ്മളെ എങ്ങനെ നിൽക്കുന്ന ഒരു പോസ് നമുക്ക് സെറ്റ് ആക്കണം കേട്ടോ. നമ്മളിങ്ങനെ ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളെ ക്രോസാംസ് എന്ന് പറഞ്ഞൊരു ഇത് എന്തുവാണ് അപ്പൊ ഈ തുണ്ട് സൈറ്റ് മാതിരി എന്തു പറഞ്ഞു നിങ്ങള്? ക്രോസാംസ്. ഓ F4 അത് ക്രോസാംസ്. ഇത് ഇലക്ഷൻ നിൽക്കുന്ന പോലെ ഇപ്പൊ അത് നമുക്ക് മറ്റേ ഇതിന് നിൽക്കാം. മറ്റേ മേയർ ഇലക്ഷൻ പോകുമ്പോഴേ വീട്ടിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ അത് വേണ്ട അത് ഭയങ്കര കുലീനതയായി. ഇത് വേണ്ട അത് തോളെ ചാഞ്ഞ് കിടക്കും. അത് വേണ്ട. അതും ഈ കാലം നേരെയാകുമോ ജോക്കി? അത് എക്സ് അടിച്ചിട്ട് ഒന്നോടെ ഒന്ന് ഇതാക്കിയിട്ട് ഒന്ന് കൊള്ളാം കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര കുലീനതയായി. ഒരു ആറ്റിറ്റ്യൂഡും കൂടെ വേണം. ഇത് എങ്ങനെ ഉണ്ടെന്ന് ക്രോസാംസ് 3 ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പാപ്പൻ ഇങ്ങനെ നിൽക്കുന്നു. പക്ഷെ അത് വേണ്ട കേട്ടോ. നമ്മൾ കേക്ക് കാര്യം വേണ്ടേ? ഇതിനേക്കാൾ നല്ല ചെയർ ഉണ്ട്. അതെനിക്കറിയാം. ചെയർ ഒന്ന് സെർച്ച് ചെയ്തിട്ടെ. കള്ളന്മാർക്ക് ഇത്രയ്ക്ക് പാടില്ല. നാട്ടുകാരെ കെട്ടിക്കാൻ നടക്കുന്ന രണ്ടെണ്ണം. നിങ്ങൾ ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി വന്നാണ്. ഞാൻ ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ അപ്പാ നമ്മളൊരു ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ സാബ് ഗുരുവും കേക്കെ എല്ലാം ഒരു കുടക്കീഴി കെട്ടാൻ പറ്റുന്ന അമ്മണി പശുക്കളാണ്. മനസ്സിലായോ? ഇതിനൊക്കെ മേയ്ക്കാനാണ്. നിങ്ങൾ എന്താണ് പപ്പ ഈ കാണിക്കുന്നത്? സീരിയസ്ലി ഞാൻ എന്തുവാ? അത് ഞാനല്ല. ഇതെന്താ റെസൽമേനിയക്ക് നമ്മൾ കസേരയും കൊണ്ട് അതെ മറ്റേ എനിക്കറിഞ്ഞൂടാ. ഇത് പണ്ടേ മറ്റേ ഇങ്ങനെ അപ്പൊ എന്റെ കൂടെ ഓടണം കേട്ടോ. അത് തന്നെ. ഇതെങ്ങനെ ഇത് താഴെ ഇറക്കുന്നേ? അല്ലേ? എന്നെ ഏതോ ഒരു അൻപ് ഫോൺ വിളിക്കുന്നത്. ഏതാണ് ഈ അൻപ്? അപ്പൊ ഈ കൊച്ചാണ്ടി വരുമോ എന്ന്? പക്ഷെ കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയത്. ഇനിയും വരാതെ ഇവിടെ